കർഷകരുടെ വേദനയും കണ്ണീരും അതോടൊപ്പം തന്നെ പ്രതിഷേധവും ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരന്തരമായി ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നതോടുകൂടി സർക്കാർ അതിവേഗമായി ഇടപെടൽ നടത്തുന്നുണ്ട്. 2 മില്ലുടമകളുമായി സർക്കാർ ധാരണയിലെത്തിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ നിന്നുള്ള നെല്ല് 2 മില്ലുകളും സംഭരിക്കുന്നുണ്ട്. ഔട്ട് ടേൺ റേഷ്യോ 66.5 കിലോ എന്നത് മില്ലുടമകൾ അംഗീകരിച്ചു. ആലപ്പുഴയിലെ പരമാവധി നെല്ല് ഇന്നു തന്നെ സംഭരിച്ചു തുടങ്ങും. അതേസമയം നെല്ല് സംഭരിക്കാൻ മിൽ ഉടമകൾ മടി കാണിക്കുകയാണ് എങ്കിൽ സർക്കാർ തന്നെ ഇടപെട്ട് സപ്ലൈകോ വഴി ഇടപെടൽ നടത്തും എന്നാണ് മന്ത്രി പി പ്രസാദ് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിലാണോ മില്ലുടമകളുടെ പ്രതിഷേധമെന്ന സംശയം കൂടി കൃഷിമന്ത്രി സൂചിപ്പിച്ചു. നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ മടി കാണിക്കുന്നിടങ്ങളിൽ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സപ്ലൈകോ സംവിധാനമൊരുക്കി നെല്ല് സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 1-2 മില്ലുകൾ ഇപ്പോൾ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മില്ലുകളെയും സമീപിച്ചിട്ടുണ്ട്. ആ മില്ലുകളിലേക്ക് ഇപ്പോൾ കൊയ്തു വെച്ചിരിക്കുന്ന നെല്ലുകൾ മാറ്റുന്നതിനും പാലക്കാട് പോലുള്ള ഇടങ്ങളിൽ സംഭരണശാലകളും മറ്റും തയ്യാറാക്കിക്കൊണ്ട് സപ്ലൈകോ നേരിട്ട് നെല്ലെടുത്ത് അവിടങ്ങളിലേക്ക് സംഭരിച്ച് വെക്കുന്നതിനുമാണ് ഇപ്പോൾ മില്ലുടമകളുടെ യോഗത്തിൽ തന്നെ പറഞ്ഞു. ഞങ്ങൾ ഒരു ഇളവ് ഇവർക്ക് ലഭ്യമാകുന്ന തരത്തിലേക്ക് ചെയ്യുന്ന കാര്യം കൂടി പറയുന്നുണ്ടായി. അതും അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ച് നൽകുന്നതാണ്. എത്രയാണോ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് അത്രയും പൈസ നിങ്ങൾക്ക് തന്നെ നൽകിയേക്കാം എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മില്ലുടമകളുടെ പ്രതിനിധികളെ അറിയിച്ചു. സാധാരണഗതിയിൽ അതോടുകൂടി അവർ ഇപ്പോൾ സ്വീകരിച്ച സമീപനം മാറ്റി നെല്ല് സംഭരണ പ്രക്രിയയിലേക്ക് കടക്കേണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന പശ്ചാത്തലത്തിലാണോ എന്ന് സംശയമുണ്ട്. മില്ലുടമകൾ യാതൊരു വിധമായ അനുഭാവ സമീപനവും ഇല്ലാണ്ട് മാറുകയാണ്. അവർക്ക് ന്യായങ്ങളുണ്ടാവാം അതിനു വേണ്ടിയിട്ട്. പക്ഷേ എന്നാൽ സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് അവഗണിച്ചുകൊണ്ടാണ്, അല്ലെ അതിനെ അംഗീകരിക്കാതെയാണ് അവരിപ്പോഴും ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. സർക്കാർ അതുകൊണ്ട് കയ്യും കെട്ടിയിരിക്കുകയില്ല എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. നമ്മുടെ കർഷകരെ മില്ലുടമകളുടെ വാശിക്ക് മുമ്പിൽ എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അടിയന്തരമായ യോഗം ചേർന്ന് ഗവൺമെൻറ് തന്നെ അല്ലെങ്കിൽ സപ്ലൈകോ ഉപയോഗിച്ച് സംഭരിക്കാനും സാധ്യമാവുന്നിടത്തല്ല സംഭരണശാലകൾ വാടകയ്ക്കെടുത്തിട്ടായാലും ആ സംഭരണശാലയിലേക്ക് എത്തിക്കുന്നതിനും ഇപ്പോൾ സപ്ലൈകോയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മില്ലുകളിലേക്ക് അടിയന്തരമായി എത്തിക്കേണ്ട നെല്ലുകൾ സംഭരിച്ച് എത്തിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.